നമ്മളൊരു ക്ലച്ച് സെറ്റിംഗ് ആണ് ജെ സീരീസിന്റെ. അത് നോക്കട്ടെ എഞ്ചിൻ്റെ ഉള്ളിലെ കളർ. നിങ്ങൾക്ക് കളർ നോക്കുക. ഇത്രത്തോളം കളർ ഫെയ്ഡിങ് വന്നത് ഓയിൽ മാറ്റാൻ വൈകിട്ടാണ്. കറക്റ്റ് പീരിയോഡിക്കലി മെയിൻറ്റെയിൻ ചെയ്യാറുള്ള ഈ വണ്ടിയിലെ ഏറ്റവും ലക്ഷണമാണ് ഈ കളർ ചേഞ്ച് കിട്ടാം. ഇതൊക്കെ കളയാൻ പറഞ്ഞാൽ ആസിഡ് ടൈപ്പ് എന്ത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല. അത് അവിടെ തന്നെ വേറൊന്നും സംഭവിക്കുകയൊന്നുമില്ല. പക്ഷേ കളർ ചേഞ്ച് ആണ് ഇതിന്റെ വിഷയം. കണ്ടല്ലേ, നമുക്ക് മാക്സിമം ക്ലീൻ ചെയ്ത് അത്യാവശ്യം പെട്രോൾ ഇട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ കളർ കിടക്കുന്നത്. ഇതിന്റെ ഇങ്ങനെയല്ല ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാതെ വണ്ടിന്റെ ഉള്ളിലുള്ള ആ ഒരു വൃത്തി ഉണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാൻ നോക്കുക വൈകാതെ സെറ്റ് ചെയ്യുന്നത്. രണ്ട് വാഷർ വരുന്നുണ്ട് കേട്ടോ. ഇത് ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റ് ത്രെഡാണ് വരിക. എങ്ങോട്ടാണോ ക്ലോക്ക് വൈസിനാണ് സാധാരണ ടൈറ്റ് ചെയ്യുക, പക്ഷെ ഇത് ആന്റി ക്ലോക്ക് വൈസിനാണ് ടൈറ്റ് ചെയ്യുക കേട്ടോ. ടോർക്ക് റേഞ്ച് എടുക്കാം. ടോർക്ക് റേഞ്ച് കയ്യിലുള്ളവർ ടോർക്കിട്ട് ടൈറ്റ് ചെയ്യാട്ടോ എല്ലാ ഭാഗങ്ങളും. അത് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ടോർക്ക് ഇട്ടിട്ട് വണ്ടി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ചാടിപ്പോരും ഊരിപ്പോരും എന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ഓരോ ബോൾട്ടിനും മാക്സിമം ടൈറ്റനിങ് ഉണ്ട്. മാക്സിമം ടൈറ്റനിങ് ടോർക്കാണ്. ടാർക്കിൽ കൂടി കഴിഞ്ഞാൽ ബോൾട്ട് ത്രെഡ് പോകാനോ ബോൾട്ട് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗാഡിയിൽ ചാടി കിട്ടാൻ നമ്മൾ റാച്ചറ്റ് ഉപയോഗിക്കാറില്ല കേട്ടോ. അതായത് റെഞ്ചൊന്നും ഉപയോഗിക്കാറില്ല. എഞ്ചിൻ പാർട്സ് ഒന്നും റെഞ്ച് ഉപയോഗിക്കാറില്ല. ഒക്കെ ഹാൻഡ് ടൈറ്റ് ആണ് ഉണ്ടാവുക. നമ്മുടെ കയ്യിൽ നിന്നും എഞ്ചിൻ്റെ ഒരു പാർട്സ് അയക്കാൻ കുഴപ്പമില്ല, അയക്കുന്നതിന് അങ്ങ് ഉപയോഗിക്കാം. പക്ഷെ ടൈറ്റ് ചെയ്യാൻ ഒരിക്കലും ഇലക്ട്രിക് റെഞ്ച് ഉപയോഗിക്കരുത്. അത് കറക്റ്റ് ഹാൻഡ് ടൈറ്റ് ആയി കറക്റ്റ് ടോർക്ക് ടൈറ്റ് ഫലിപ്പിക്കുക കേട്ടോ. ഓക്കെ, കറക്റ്റ് ആയിട്ട് കമ്പനി റെക്കമെൻഡ് ചെയ്ത് ടോർക്കിലാണ് ടൈറ്റ് ചെയ്ത്. പിന്നെ ഇത് ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റും ഫ്രിക്ഷൻ പ്ലേറ്റും നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ആളുകൾ അറിയാത്തൊരു വിഷയമുണ്ട്. ഇതിന് രണ്ട് ഭാഗങ്ങൾ വരുന്നുണ്ട്. പുൾ ടൈപ്പിനും പുഷ് ടൈപ്പിനും രണ്ട് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഇതിന് രണ്ട് ഭാഗങ്ങൾ വരുന്നുണ്ട്, ഒന്ന് ഷാർപ്പും ഒന്ന് ചെറിയ ടാപ്പറും.
ആ ഭാഗം മാറ്റിയിട്ട് കഴിഞ്ഞാൽ ക്ലച്ച് ടൈറ്റ് വരിക. ക്ലച്ച് ഫ്രീ ആയിട്ട് നമുക്ക് പിടിച്ച് ഒഴിവാക്കാൻ പറ്റില്ല. ക്ലച്ചിന് ചെറിയ ടൈറ്റ്, ക്ലച്ച് അപ്പ് ചെയ്യാൻ നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യും. ഭാഗം മാറിപ്പോകാതിരിക്കാനാണ് സൂക്ഷിച്ച് നോക്കുന്നത്. ഇതെല്ലാവരും ജസ്റ്റ് പ്രഷർ പ്ലേറ്റും കുഷൻ പ്ലേറ്റും ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കാണിക്കാറുള്ളത്. പക്ഷെ അതിനൊരു സൈഡ് ഉണ്ട്. ആ പുൾ ടൈപ്പ് ആണെങ്കിൽ രീതി, പുഷ് ടൈപ്പ് ആണ് രണ്ട് രീതിയിലാണ് വരിക. എല്ലാം ഒരേ മാതിരിയല്ല വരിക. ഒരെണ്ണം കയറ്റി ഇടുക കേട്ടോ. നോക്കുക, ഒരെണ്ണം ഈ ഹോളിലേക്കാണ് ഇടേണ്ടത്. ഇതൊക്കെ ക്ലീൻ ചെയ്യാണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്, ജസ്റ്റ് ഒരു ഷോയ്ക്ക് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് കഴിച്ചാണ്ട് ക്ലീൻ ചെയ്യാണ്ട് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാനുള്ളത് കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് ഓയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്യാണ്. അപ്പൊ ഇതാണ് ക്ലച്ച് സെറ്റ് ചെയ്യുന്നത്. ഇതിന് പമ്പ് സെറ്റ് ചെയ്യാനുണ്ട്, പമ്പ് ഡ്രൈവ് സെറ്റ് ചെയ്യാണ്ട്, പമ്പ് വീൽ സെറ്റ് ചെയ്യാണ്ട്. ഇത് ടോർക്ക് ഇട്ട് ഇതും ടോർക്ക് തന്നെ ടൈറ്റ് ചെയ്യാം. വേറെ ഒന്നും, ഇത് ക്ലച്ചിന്റെ സെറ്റിംഗ് ആണ് കാണിച്ചത്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം മാത്രം, പ്രഷർ പ്ലേറ്റിന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഭാഗം മാറാതെ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.